നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടിമലത്തുറക്കടലിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികളിൽ ഒരാൾ മരിച്ചു. മറ്റൊരു വിദ്യാർത്ഥിയെ കാണാതായി. വെങ്ങാനൂർ പനങ്ങോട് ഗോകുലത്തിൽ സി ഗോപകുമാറിന്റെയും ഉമാദേവിയുടെയും മകനായ ജീവൻ ആണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. പാറ്റൂർ ചർച്ച് വ്യൂ ലൈനിൽ അശ്വതിയിൽ സി അളകരാജന്റെയും വെങ്കടലക്ഷ്മിയുടെയും മകനായ ശ്രീ പാർത്ഥസാരഥിയെയാണ് കാണാതായത്. കാഞ്ഞിരകുളം KNM കോളേജ് ഓഫ് ആർട്സ് സയൻസ് സോഷ്യോളജി വിഭാഗത്തിലെ 1ാം വർഷ PG വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും. ശ്രീ പാർത്ഥസാരഥിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. കാഞ്ഞിരകുളം ഗവൺമെന്റ് KNM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 1ാം വർഷ MA സോഷ്യോളജി വിദ്യാർത്ഥികളാണ് ഇരുവരും. ക്ലാസ്സിലെ മറ്റൊരു കൂട്ടുകാരനുൾപ്പെടെ 3 അംഗ സംഘമാണ് തീരത്തെത്തിയത്. 2 പേർ കുളിക്കാനിറങ്ങി പെട്ടെന്നുണ്ടായ വലിയ തിരയിൽപ്പെട്ടതോടെ കരയിൽ നിന്ന വിദ്യാർത്ഥി ബഹളം വെച്ചു. ടൂറിസം വിഭാഗത്തിലെയും സ്വകാര്യ റിസോർട്ടിലെയും ലൈഫ് ഗാർഡ്മാരും തീരത്ത് പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്ന കരസേന അംഗങ്ങളും ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തി. കരയിലെത്തിച്ച ജീവന് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം സേനയുടെ ആംബുലൻസിൽ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചതായി വിഴിഞ്ഞം കോസ്റ്റൽ പോലീസ് അറിയിച്ചു. കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥികളെ യാത്രയയപ്പ് ചടങ്ങായിരുന്നു. ഇതിൽ ഉച്ചകഴിഞ്ഞ് പങ്കെടുക്കാമെന്ന് കരുതി തീരത്തേക്ക് എത്തുകയായിരുന്നെന്ന് ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരൻ പറഞ്ഞു. ജീവന്റെ മൃതദേഹം മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കടലിൽ കാണാതായ ശ്രീ പാർത്ഥസാരഥിക്കായി കോസ്റ്റൽ പോലീസ് SHO വിപിൻ, SA KG പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ ബോട്ടിൽ രാത്രി വൈകിയും തിരച്ചിൽ തുടർന്നിരുന്നു. മറൈൻ എൻഫോഴ്സ്മെന്റ് ആംബുലൻസും തിരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു. അദാനി തുറമുഖ നിർമ്മാണ കമ്പനിയുടെ ടാഗും തിരച്ചിലിന് എത്തിയിരുന്നെന്ന് പോലീസ് അറിയിച്ചു. മറ്റൊരു സുഹൃത്ത് CB മാത്യു ആണ് അപകടം സമീപത്തെ സ്വകാര്യ റിസോർട്ടിലെ ലൈഫ് ഗാർഡ്മാരെ അറിയിച്ചത്. തുടർന്ന് അവരെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. ശ്രീ പാർത്ഥസാരഥിയെ കണ്ടെത്തുന്നതിനായി കോസ്റ്റൽ പോലീസ്, കോസ്റ്റ് ഗാർഡ്, മറൈൻ എൻഫോഴ്സ്മെന്റ്, അദാനി തുറമുഖ കമ്പനിയുടെ ബോട്ട് എന്നിവ ഉപയോഗിച്ച് രാത്രി വൈകിയും സംയുക്തമായി തെരച്ചിൽ തുടരുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 11:30ഓടെയാണ് ഈ അപകടം. കോളേജിലെ എല്ലാ വിഭാഗത്തിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഫെയർവെൽ പാർട്ടി ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് PG വിദ്യാർത്ഥികൾക്കും ക്ലാസ് ഉണ്ടായിരുന്നില്ലെന്ന് സോഷ്യോളജി വിഭാഗം മേധാവി ജോഡി S നായർ പറഞ്ഞു. അവധി ആഘോഷിക്കാനാണ് വിദ്യാർത്ഥികൾ അടിമലത്തുറയിലെത്തിയത്. കുളിക്കുന്നതിനിടയിലുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് ഇവർ ഒഴുകിപ്പോകുന്നത് കണ്ട് CB മാത്യു നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തി സമീപത്തെ സ്വകാര്യ റിസോർട്ടിലെ ലൈഫ് ഗാർഡുകളോട് വിവരം പറഞ്ഞു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആന്റണി, രാജു, സിൽവയ്യൻ, രാജു, പത്രോസ്, ചിക്കു, ടൂറിസം ലൈഫ് ഗാർഡുകളായ ബർജിൻ, മുരുകൻ, മത്സ്യത്തൊഴിലാളിയായ ജോണി ജോസഫ് എന്നിവരെത്തി ജീവനെ രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. ഈ സമയത്ത് കടൽ തീരത്ത് പരിശീലനത്തിന്റെ ഭാഗമായി പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നിന്നെത്തിയ മദ്രാസ് റെജിമെന്റിലെ സൈനികരുമുണ്ടായിരുന്നു. അവരെത്തി അടിയന്തര പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അവരുടെ ആംബുലൻസിൽ നെയ്യാറ്റിൻകരയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിഴിഞ്ഞം കോസ്റ്റൽ SHO വിപിൻ S നായർ, SI KG പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. കോസ്റ്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കടൽ തീരത്ത് പരിശീലനത്തിനെത്തിയതായിരുന്നു ഇന്ത്യൻ കരസേനാംഗങ്ങൾ. സേനാംഗങ്ങളുടെ പരേഡ് നടക്കുന്നതിനിടെയാണ് വിദ്യാർത്ഥികൾ തിരയിൽപ്പെടുന്നത്. ഇതോടെ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ ഇവർ കടലിലേക്ക് ഓടി. ഇതിനിടെ ലൈഫ് ഗാർഡുകൾ ചേർന്ന് വിദ്യാർത്ഥികളിൽ ഒരാളായ ജീവനെ കടലിൽ നിന്ന് കോരിയെടുത്ത് കരയ്ക്കെത്തിച്ചു. സേനാംഗങ്ങൾ ഉടൻ CPR നൽകി. തുടർന്ന് പ്രതീക്ഷയുടെ തുടിപ്പ് കണ്ടതോടെ വിദ്യാർത്ഥിയെ തീരത്തുണ്ടായിരുന്ന ആംബുലൻസിൽ കയറ്റി. എന്നാൽ ആംബുലൻസ് മണലിൽ പുതഞ്ഞു. ഇതോടെ മറ്റു സേനാംഗങ്ങൾ ചേർന്ന് ആംബുലൻസ് തള്ളി റോഡിൽ കയറ്റി. വിദ്യാർത്ഥികൾക്ക് ഒപ്പമുണ്ടായിരുന്ന 3ാമനെയും കയറ്റി നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പാഞ്ഞു. ആംബുലൻസിനുള്ളിൽ വെച്ചും സേനാംഗങ്ങൾ പ്രാഥമിക ശുശ്രൂഷ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. സംഭവത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് വരെ നിശ്ചയിച്ചിരുന്ന പരിശീലന പരിപാടികൾ റദ്ദാക്കി സൈന്യം മടങ്ങി. കടലിൽ കുളിക്കാനിറങ്ങി തിരയിൽപ്പെട്ട സഹപാഠികളുടെ ദുരന്തത്തിന്റെ ഞെട്ടലാണ് ഇവർക്കൊപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥി. 2 പേർ കടലിൽ കുളിക്കാനിറങ്ങിയപ്പോൾ 3ാമൻ കരയിൽ നിന്ന് ഇവരുടെ ചിത്രം മൊബൈലിൽ പകർത്തുകയായിരുന്നു. ഇതിനിടെയാണ് കൂറ്റൻ തിരയെത്തിയത്. അതുവരെ തൊട്ടു മുന്നിൽ നിന്ന് ചിരിച്ചു കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരെ തിര കവർന്നു കൊണ്ടുപോകുന്നത് കണ്ടതിന്റെ ഞെട്ടലാണ് ഈ വിദ്യാർത്ഥി. ഈ കുട്ടി ബഹളം വെച്ചതോടെയാണ് ലൈഫ് ഗാർഡും സേനാംഗങ്ങളും ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തിയത്. ഒന്നിച്ചു കളികൾ പറഞ്ഞും ഉല്ലസിച്ചും നിന്ന ആത്മസുഹൃത്തുക്കൾ മാഞ്ഞുപോയതിന്റെ ഞെട്ടലിൽ തന്നെയാണ് ഈ സംഘത്തിലെ 3ാമൻ. കൂട്ടുകാരായ ജീവനും ശ്രീ പാർത്ഥസാരഥിയും കടലിലിറങ്ങിയപ്പോൾ കരയിലിരുന്നു കൂട്ടുകാരുടെ വീഡിയോ മൊബൈലിൽ പകർത്തുകയായിരുന്നു. പെട്ടെന്നായിരുന്നു തിര ഇരുവരെയും കവർന്നത്.
ഇത് കണ്ട് ബഹളം വെച്ചതോടെ ലൈഫ് ഗാർഡുമാരും സേനാംഗങ്ങളും ഓടിയെത്തി. ഒരാളെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കള്ളക്കടൽ പ്രതിഭാസം ഉള്ളതുകൊണ്ട് തന്നെ ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. സമീപ ദിവസങ്ങളിലായി കേരള തീരം ഭീതിയോടെ കേൾക്കുന്ന പേരാണ് കള്ളക്കടൽ പ്രതിഭാസം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പലപ്പോഴായി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകാറുണ്ട്. സമുദ്രത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം. അപ്രതീക്ഷിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ വേലിയേറ്റത്തിന് കാരണമാകുന്ന പ്രതിഭാസങ്ങളല്ലാതെ മറ്റു ചില കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നത് എന്നാണ്. സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയോ ചന്ദ്രന്റെയോ ഗുരുത്വാകർഷണ ഫലമായോ ആണ്. അങ്ങനെയല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം. അവിചാരിതമായോ അപ്രതീക്ഷിതമായോ ഉണ്ടാകുന്ന ഈ തിരമാലകൾ സാധാരണ വേലിയേറ്റത്തെക്കാൾ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചേക്കാം. പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെയാണ് ഇത്തരം തിരമാലകൾ ആഞ്ഞടിക്കുക. സുനാമിയുമായി ഏറെ സാമ്യമുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്. സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാലകൾ ഉണ്ടാകുന്നത്. സുനാമിയുടെ സമയത്ത് ഉണ്ടാകുന്നത് പോലെ തന്നെ സമുദ്രം ഉള്ളിലേക്ക് വലിഞ്ഞ ശേഷം പിന്നീട് തീരത്തേക്ക് ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിൽ മഴയോ കാറ്റോ ഒന്നും ഇല്ലാതെ തന്നെ തിരകൾ ഉയർന്നു പൊങ്ങും. അപ്രതീക്ഷിതമായി തിരകൾ അടിച്ചുകയറി തീരത്തെ കവർന്നെടുക്കുന്നതിനാലാണ് തീരദേശവാസികൾ ഈ പ്രതിഭാസത്തെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത്. വിനോദസഞ്ചാരികളടക്കം ഇത്തരത്തിൽ തിരയിൽപ്പെട്ട് അപകടത്തിൽപ്പെടുന്നത് ഇപ്പോൾ നിത്യ സംഭവമാണ്. കേരള തീരത്തെ പല മേഖലകളും ദുർബലമാണെന്ന് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസിലെ ഗ്രൂപ്പ് മാനേജർ മുമ്പ് പ്രതികരിച്ചിട്ടുണ്ട്. സമുദ്രജലനിരപ്പ്, ആഴം, തിരയുടെ ശക്തി, പാറക്കൂട്ടം തുടങ്ങി പല കാര്യങ്ങളും കണക്കിലെടുത്താണ് തീരത്തിന്റെ സ്ഥിതി വിലയിരുത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പല തീരങ്ങളും ഇപ്പോൾ ശക്തമായ കടലാക്രമണം ഉള്ളതോ ഭാവിയിൽ കടലാക്രമണം ഉണ്ടാകാൻ സാധ്യത ഉള്ളതോ ആണ്. മനുഷ്യന്റെ പ്രവൃത്തികൾക്ക് പുറമെ സ്വാഭാവികമായ കാരണങ്ങളും തീരം ദുർബലമാകുന്നതിന് പിന്നിലുണ്ട്. കടലിൽ ചൂട് കൂടുന്നതിനനുസരിച്ച് കാറ്റുകളും ചുഴലിക്കാറ്റുകളും കൂടുന്നതാണ് മറ്റൊരു പ്രതിഭാസം. ഫലമായി തിരകളുടെ ശക്തിയും കൂടുന്നു. വെള്ളത്തിന്റെ ഒഴുക്ക് മനുഷ്യൻ നിയന്ത്രിക്കുമ്പോൾ പ്രകൃതിയുടെ താളം തെറ്റും. പൊഴിയിൽ നിന്ന് മണൽ വാരുമ്പോൾ ആ മണൽ കടലിൽ നഷ്ടമാകുകയും തുടർന്ന് മറ്റേതെങ്കിലും തീരത്ത് മണൽ നിക്ഷേപം കുറയുകയും ചെയ്യും. ഹാർബറുകളുടെ പ്രവർത്തനത്തിനായി ഖനനം ചെയ്യുമ്പോഴും ആ കുഴികളിലേക്ക് മറ്റു ഭാഗങ്ങളിലെ മണൽ ഒഴുകിയെത്തും. തീരത്തെ മണൽ വലിയ തോതിൽ ഇത്തരത്തിൽ കുറയുന്നുണ്ട്. മണൽ ഇല്ലാതാകുന്നതോടെ തിരകൾ വന്നടിക്കുമ്പോൾ തീരം ദുർബലമാവുകയും ആഴം കൂടുകയും ചെയ്യും. ആഴം കൂടിയ ഭാഗത്തേക്ക് കൂടുതൽ ശക്തിയിൽ തിരകളെത്തും. പതിയെ ആ തീരത്തെ കൂടുതലായി കടലെടുക്കും. ലോകത്തെ ഏറ്റവും ചൂടുപിടിച്ച കടലുകളിലൊന്നായി അറബിക്കടൽ മാറുകയാണ്. മറ്റു സമുദ്രങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ മഹാസമുദ്രം ചൂടുപിടിച്ചതാണ്. അങ്ങനെയുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്നെ ഏറ്റവും ചൂടേറിയ ഭാഗമായി അറബിക്കടൽ സമീപ വർഷങ്ങളിൽ മാറിയിട്ടുണ്ട്. സമുദ്രനിരപ്പ് ഓരോ വർഷവും ഉയരുമ്പോൾ തിരകളും അതിവേഗം ഉയരും. കടലിന്റെ ആഴത്തിനനുസരിച്ചാണ് തിരയുടെ ശക്തി. തിര ഓരോ സെന്റിമീറ്റർ ഉയരുമ്പോഴും അതിന്റെ ശക്തിയും കൂടും. 1 സെന്റിമീറ്റർ ആഴമുള്ള സമുദ്രഭാഗത്ത് 3/4 മീറ്ററിലധികം തിര ഉയരില്ല. കൂടുതൽ ആഴമുള്ളിടത്തെ തിരയ്ക്ക് ശക്തി കൂടും. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെക്കുറിച്ച് വലിയ ധാരണയില്ലാതെ എത്തുന്ന വിനോദസഞ്ചാരികളായാലും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളായാലും പെട്ടെന്ന് തന്നെ അപകടത്തിൽപ്പെടാൻ സാഹചര്യം ഏറെയാണ്.